ഹായ് ഹലോ, വിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ചിന്തിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ എന്താണ്, നിങ്ങൾക്കും അവർക്കും ഇടയിൽ സംഭവിക്കുന്നത് എന്താണ് എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യുന്നത്. ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നമ്മുടെ അടുത്ത് തന്നെ വന്ന് എടുക്കണം ഒരു നിർബന്ധമില്ല. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാ കാര്യങ്ങളും പറയും. സന്തോഷിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിലല്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ അത്തരം കാര്യങ്ങൾക്ക് ഒരു ശരിയായ ഒരു തീരുമാനം എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം വരിക. അത്തരത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ നോക്കി ഒരു പ്ലാൻ തിരഞ്ഞെടുത്താൽ, പണം അടച്ചാൽ 24 hours ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. അപ്പം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഓൺ കോളിൽ കാർഡ് ഷഫിൾ ചെയ്ത് അതിൻ്റെ ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാവുന്നതാണ്. പിന്നെ ടൈംലെസ് ആണെന്ന് പറഞ്ഞു, ഒന്നിനെ ഫോഴ്സ് ചെയ്യണ്ട. അപ്പോൾ വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാം, അല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അവർക്കും നിങ്ങൾക്കും ഇടയിൽ സംഭവിക്കുന്നത് എന്താണ്. കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം, എന്താണ് വരുന്നത് എന്ന് നോക്കാം. നമ്മൾ എന്നത്തെയും പോലെ തന്നെ കുറച്ച് കാർഡ് 11 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാർഡിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യമേ തന്നെ ഞാൻ പറയാം, ഈ വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ്, ലെസ് കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾക്കിടയിൽ ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. മറ്റ് തേർഡ് പാർട്ടീസ് ഉണ്ട് എന്ന് പറയാം. 9, 20, 4, 5, 4 റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. 3, 16, 7, 6 ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങൾ ചിന്തിച്ച വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെയോ അവരുടെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന ദിവസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഈ നമ്പേഴ്സിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രാധാന്യം ഉണ്ടാകും. ഓക്കെ, പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഇതിൽ ആകെ 3 കാർഡ് മാത്രമാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി 8 കാർഡും റിവേഴ്സ് ആണ്. 8 കാർഡ് റിവേഴ്സ് ആണ് എന്ന് മാത്രമല്ല, കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 2 കാർഡും ഡേഞ്ചർ ആയിട്ടുള്ള കാർഡുകളാണ്. ഒരു കാർഡ് വന്നിട്ടുള്ളത് ടവർ കാർഡാണ്. ടവർ കാർഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സംരംഭം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അതില് വളരെ പെട്ടെന്ന് ഒരു വിള്ളൽ ഉണ്ടാവാണ്, ഒരു ടവർ മോമെന്റ് ഉണ്ടാവാണ്. എന്താ പറയുക, ഒരു ടവറിന്റെ മുകളിൽ നിന്ന്, വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒരവസ്ഥ. എന്താ പറയുക, ഒരു സഡൻ ചേഞ്ച്. എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്, അതിൽ നിന്നെല്ലാം നേർ വിപരീതമായിട്ട് നേരെ തിരിയാണ് ഒറ്റയടിക്ക്.
ഒരു ദുരന്തം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു അവേക്കനിങ് ഉണ്ടാവുകയാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത്, ചിലപ്പോൾ തലേ ദിവസം വരെ ഓക്കെ ആയി സംസാരിച്ചുകൊണ്ടിരുന്നത് വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോയ വ്യക്തികൾ ഉണ്ടാകാം. ഒരു വാക്കിലോ പ്രവൃത്തിയിലോ അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ പിരിഞ്ഞു പോയവര്. ആ ഒരു സാഹചര്യത്തിന് പറയുന്നുണ്ട്, ഈ നമ്പർ ആക്ച്വലി 16 എന്നൊരു നമ്പറാണ് വരുന്നത്. ഒരുപാട് ചേഞ്ചസിനെയും പലതരത്തിലുള്ള ഓപ്ഷനുകളെയാണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത്. ഇതിൽ കുറച്ച് സോഡിയക് സൈൻ വന്നിട്ടുണ്ട്, പൈസസ് വന്നിട്ടുണ്ട്, ക്യാൻസർ വന്നിട്ടുണ്ട്, ടോറസ്, ഏരീസ്, അതുപോലെ തന്നെ അക്വേറിയസ്, ടോറസ്. ഇതൊക്കെ തന്നെയാണ് മെയിൻലി വന്നിട്ടുള്ള കാർഡുകൾ. അപ്പൊ ഒരു ടവർ മൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ചു പേർക്കൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടാവില്ല, കൂടുതൽ പേർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഇനി അഥവാ സംഭവിക്കാത്തവരാണെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ നല്ലപോലെ ചിന്തിച്ച് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടൊക്കെ എടുത്തിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, കാണുന്നവർ പലരാണ്, ജനറൽ റീഡിംഗ് ആണ്. ഈ ഒരു ബന്ധത്തില് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. ചതി, വഞ്ചന, കുറെ കാര്യങ്ങൾ മറച്ചു വെക്കുക, ഒന്നും തുറന്നു പറയാതിരിക്കുക, അറിഞ്ഞിട്ടും അറിയാതെ പറയാതിരിക്കുന്ന അവസ്ഥ. ഒരു പക്ഷേ അത് നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അത് മറ്റു വ്യക്തികൾ വഴിയോ അല്ലാതെയോ ഇതറിഞ്ഞ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരിക്കാം അത്. അതായിരിക്കാം ഈ സഡൻലി ഒരു ടവർ മൂവ്മെന്റ് വന്നിട്ട് നിങ്ങൾക്കിടയിൽ ഇത്തരം ഇഷ്യൂസ്, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അടി ഉണ്ടായിട്ടുണ്ടാവാം, പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ നിയന്ത്രണം നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കാൻ സമ്മതിക്കാത്ത മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ചതി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. കാരണം ഒരു കൺട്രോൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. ഓക്കെ, എല്ലാ തരത്തിലും ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത്. ആക്ച്വലി റിലേഷൻഷിപ്പില് രഹസ്യങ്ങൾ വെക്കാതിരിക്കുക. കാരണം ഓപ്പൺ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ ഒരു ഫാമിലി പോലെ പോകുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം അതിൽ കവിഞ്ഞതൊന്നുമില്ല. നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ അവരൊരിക്കലും ചതിക്കാതിരിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ചതിക്കാനാണ് തോന്നുന്നെങ്കിൽ ആ വ്യക്തിയെ വിട്ടുപോകാം, ചതിക്കാതിരിക്കുക. അത് മാത്രമേ പറയാനുള്ളൂ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഒരിക്കലും ചതിക്കാതിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും പണസംബന്ധമായിട്ടോ എന്തും ആയിക്കോട്ടെ, ചതിക്കാതിരിക്കുക. ചതി. ഓക്കെ, പിന്നെ പറയുന്നത് ഈ ഒരു അവസ്ഥയില് നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും സെൽഫ് കെയർ ആണ് ചെയ്യുന്നത്. കാരണം ആ ഒരു ആഘാതത്തിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം ഒരു ടവർ മൂവ്മെന്റിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും വിമുക്തരായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് എന്താ പറയാ, ഈ പറഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾ ഒരുപാട് സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കടങ്ങൾ ഉണ്ടാകാം. അതല്ല, നിങ്ങൾ കൊടുത്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും ചാരിറ്റി ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ അധികാരവും ആധിപത്യവും സ്ഥാപിക്കല് ഇതില് രണ്ട് വ്യക്തികൾക്കിടയിലും ഉണ്ടാകാം, അല്ലെങ്കിൽ മേ ബി ഒരാൾക്കായിരിക്കാം. ഒരു അധികാരത്തോടു കൂടി പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഇതിലേതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകാം. എല്ലാ കാര്യങ്ങളും അവർക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിപ്പിച്ച് അവരുടേതായ രീതിയിൽ ആ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ളൊരു ടവർ മൂവ്മെന്റോ കാര്യങ്ങളോ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയുന്നത് ഇതിൽ ആകെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു എംപ്രസ് കാർഡാണ്. അപ്പൊ കൂടുതലും നിങ്ങൾ ഒരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് കാണുന്നതെങ്കിൽ ഈ അധികാരവും ആധിപത്യവും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് നിങ്ങളിൽ ആരാണോ സ്ത്രീ അവർക്കായിരിക്കാം. അവർക്ക് എല്ലാ തരത്തിലും ഒരു എന്താ പറയാ അധികാരവും ആധിപത്യവും സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടാകാം. അവര് ഇതിലൊരു ഗ്രോത്ത് വേണം എന്ന് ഈ സമയം ആഗ്രഹിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ഈ ഒരു ബന്ധത്തിലോട്ട് അവരൊരു ആക്ഷൻ എടുക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു കുട്ടികള്, മാരേജ്, അങ്ങനെ അതിനുള്ള ഒരു സാധ്യതകള്, അങ്ങനെ എല്ലാ തരത്തിലും. ഓക്കെ, ചിലപ്പോൾ കൂടുതലും നമ്മളീ പറഞ്ഞ പോലെ സ്ത്രീകളായിരിക്കാം ഇതിൽ അധികാരവും ആധിപത്യവും കാര്യങ്ങളും കൂടുതൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർക്കും നിങ്ങൾക്കും എവിടെയെങ്കിലും സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. നിങ്ങൾ വളരെയധികം അകന്നു പോയിട്ടുണ്ടാകാം.
ഓക്കെ, ആ ഒരു ടവർ മൂവ്മെന്റോട് കൂടി തന്നെ രണ്ടുപേരും രണ്ട് വഴിക്കായിട്ടുണ്ടാകാം. ഒരു കമ്മിറ്റ്മെന്റ് ഒട്ടുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ തോന്നുന്ന ഒരു സമയമായിരിക്കാം. പിന്നെ ഈ റിലേഷൻഷിപ്പില് തീർത്തും ഒരു മടിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങള്, ചിലപ്പോൾ നിങ്ങളുടെ ആവാം, അവരുടെ ആവാം. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള കുറെ പാസ്റ്റ് ട്രോമാസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടാകാം. അപ്പൊ അത്തരം ഫെയിലിയറിൽ നിന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകാം. കാരണം നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഇത് തന്നെയാണ് അവസ്ഥ എന്ന രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ എന്നേക്കായിട്ട് ഉപേക്ഷിക്കുന്നുണ്ടാകാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, എംപ്രസിന്റെ കാര്യം പറഞ്ഞു. രാജ്ഞി ഇങ്ങനെയാണ്, രാജാവ് നേരെ തലതിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിലും അധികാരവും ആധിപത്യമൊക്കെ തന്നെയാണ്, പക്ഷെ തലതിരിഞ്ഞ രാജാവാണെന്ന് മാത്രം. ഒരു ഡിസിപ്ലിൻ ഇല്ല, ഒരു അച്ചടക്കവും ഇല്ല. ഈ റിലേഷൻഷിപ്പിന് ഭയങ്കര പരുക്കനായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളാവാം, അവരും ആവാട്ടോ, കയറി മാറി വരാം. ഓക്കെ, തകർക്കാൻ പറ്റാതെ പവർഫുൾ ആയിട്ട് അവരുടെ ആ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. ഒരു തലതിരിഞ്ഞ അവസ്ഥയിലാണ് ഇതിപ്പോൾ ഉള്ളത്, ഈ റിലേഷൻഷിപ്പ് തന്നെ ഉള്ളത്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ടാകാം. ഇതിൽ എന്ത് തന്നെയാണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇമ്പ്രൂവ്മെന്റ് സംഭവിക്കാം. അത് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് വ്യക്തികളും ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിൽ രണ്ടുപേരും ആക്ഷൻ എടുക്കുന്നില്ല. ഫുൾ കാർഡ്, 9 ഓഫ് കപ്പ്, ജഡ്ജ്മെന്റ്, 4 ഓഫ് കപ്പ്, ഇതൊക്കെ റിവേഴ്സാ. എല്ലാ കാർഡും റിവേഴ്സാ. ഈ നിങ്ങളും ഈ വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധത്തിനിടയ്ക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തക്കവണ്ണം മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തികളാകാം, വ്യക്തികളാകാം, ആരെങ്കിലും നിങ്ങളെ പിറകോട്ട് വലിക്കുന്നുണ്ടാകാം. നിങ്ങൾക്കോ അവർക്കോ ആവാം. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങളാകാനുള്ള ഒരു സാധ്യതയുണ്ട്. റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അത്തരത്തിലൊരു റിസ്ക് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ റിലേഷൻഷിപ്പിലോട്ട് പുതിയ കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഇത്തരം കാര്യങ്ങളിലൂടെ വേണമെങ്കിൽ ഇത് ശരിയാക്കാതിരിക്കാം. ഓക്കെ, ഇതിൽ പക്ഷേ അത്തരം ഒരു കാര്യത്തിന് ആരും മുതിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ടവർ മൂവ്മെന്റ് അത്രയധികം നിങ്ങളുടെ ലവ് ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ അത്രയധികം ബാധിച്ചിട്ടുണ്ടാകാം. ഓക്കെ, പലതും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അത്തരം ഇത് വന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു സന്തോഷമില്ല, മാനസികപരമായിട്ടുള്ളൊരു സന്തോഷമില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, സംതൃപ്തി ഇല്ല. അതുപോലെ തന്നെ ഒരു ഇന്നർ ഹാപ്പിനെസ് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. എല്ലാം അവസാനിച്ചൊരവസ്ഥ, എല്ലാം അവസാനിപ്പിച്ചൊരവസ്ഥയായിരിക്കാം. നിങ്ങൾക്ക് തന്നെ സെൽഫ് ഡൗട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ആയിരിക്കാം. ഇത് വീണ്ടും ശരിയായി കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കപ്പെടുമോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകാം. കാരണം ഈ റിലേഷൻഷിപ്പ് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. കാരണം ഇത് വരിക പോവുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിപിടി, ഇത്തരം കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുന്നതായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളാകാം, അവരായിരിക്കാം. എന്താണ് ഇതിന്റെ ഒരു കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്റെ പ്രശ്നം കൊണ്ടാണോ, ഞാനാണോ തെറ്റ് ചെയ്തത് എന്നൊക്കെ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളായിരിക്കാം. ഒരുപക്ഷെ അവരുടെ കോളോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുന്നുണ്ടാകാം, അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം. ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു, അവരും നിങ്ങളിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഞാൻ ഇതിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല, ഇപ്പൊ നിങ്ങളിലേക്ക് ഒരു ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഓക്കെ ആവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനിലോട്ട് വരാം, അല്ലെങ്കിൽ ശരിയാകും എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളോ അവരോ കണ്ണടച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള കപ്പിനെ, ആ സ്നേഹത്തിനെ നിങ്ങൾ കാണാൻ കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല. നിങ്ങളുടെ മൈൻഡിൽ എന്താണോ അത് തന്നെ ചിന്തിച്ച് നിങ്ങൾ കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു സ്നേഹത്തിന്റെ കപ്പ് നിങ്ങളിലേക്ക് നീട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാനോ അതെന്താണെന്ന് നോക്കാനോ ഒന്നിനും നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ മറ്റ് കപ്പുകൾ, നഷ്ടപ്പെട്ടു പോയ മറ്റ് കപ്പുകളെ നോക്കി നിങ്ങൾ വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെയാണ് പറയുന്നത്. ഒരു ഹാപ്പിനെസ്, ഒരു അംഗീകരിക്കുക, ഓക്കെ നിങ്ങളുടെ തെറ്റെന്താണോ അതിനെ അംഗീകരിക്കാനോ ഒന്നിനും തയ്യാറാവാതെ തന്നെ ഒരു റീഅലൈൻമെന്റിന് വേണ്ടിയിട്ടൊക്കെ ഇവർ ചിലപ്പോൾ വേണമെങ്കിൽ ശ്രമിക്കുന്നുണ്ടാകാം. പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മറ്റൊരു വ്യക്തി വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ടാകാം.
വീണ്ടും ഇതൊന്നും കൂടി അംഗീകരിക്കണം, ഒരു ഹാപ്പിനെസ് വേണം എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങളോ അവരോ ഈ റിലേഷൻഷിപ്പിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ നമ്മളെടുത്ത് ഈ 11 കാർഡിലും നെഗറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ല, നിങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം ഇപ്പോൾ ഇത് പറയുന്നത്. ഇതാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്. അപ്പോ നിങ്ങളുടെ അതെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് വിചാരിച്ച് അത്തരം മാറ്റങ്ങൾ വരുത്തിയിട്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ നോക്കാം. സാധ്യമാകുന്നതാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട്, ചതിക്കപ്പെടാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് വിഷമമാകേണ്ട ആവശ്യമില്ലല്ലോ. വിഷമത്തിൽ കുറഞ്ഞാലും സന്തോഷത്തോടെ സെൽഫായിട്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ പ്രണയിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവരെ മാത്രം പ്രണയിക്കുക. ഓക്കെ, പ്രണയത്തിൽ നിങ്ങളാണെങ്കിലും മറ്റൊരാളെയും ചതിക്കാതിരിക്കുക. പ്രണയിക്കുന്നെങ്കിൽ ഒരാളെ മാത്രം പ്രണയിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തരാനുള്ളത്. കിട്ടിയ ഗൈഡൻസ് ഇതാണ്, കാർഡിൽ വന്നത് ഇതാണ്. നിങ്ങൾക്ക് പുതിയ ടോപ്പിക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം, നമുക്ക് ചെയ്യാം. ഓക്കെ, വൈകിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒരു 8 o'clock ലൈവ് ഉണ്ടായിരിക്കും, താല്പര്യമുള്ളവർക്ക് വരാം. അതിൻ്റെ കാർഡ് റീഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് നോക്കാം, താല്പര്യമുള്ളവരാണെങ്കിൽ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് അവർക്കിടയിൽ സംഭവിക്കുന്നത്. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി, ഡീറ്റെയിൽ കിട്ടും. അതിലൊരു പ്ലാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് പണം അടച്ചു കഴിഞ്ഞാൽ 24 hours ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഓൺ കോളിൽ നമുക്ക് കാർഡ് എടുത്തിട്ട് അതിന്റെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ടാരറ്റ് എപ്പോഴും ഗൈഡൻസിനുള്ളതാണ്, പ്രതീക്ഷയ്ക്ക് വേണ്ടി നോക്കിയിരിക്കാനുള്ളതല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേലി.